CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ മണ്ണിടിച്ചിൽ. കള്ളാടിയിൽ മീനാക്ഷി പാലത്തിന് സമീപത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. 5 പേർ മരിച്ചു, നിരവധി പേരെ കാണാനില്ല. 10ഓളം പേരെ ആശുപത്രിയിലാക്കിയതായി ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. വയനാട് കള്ളാടിയിൽ 5 പേരുടെ മരണത്തിനിടയാക്കിയ മണ്ണിടിച്ചിലിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. മണ്ണിടിച്ചിലിൽ നിന്നും 5 പേർ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. കുന്നംകുളം പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് പിടികൂടി. തമിഴ്നാട് സ്വദേശിയും നിലവിൽ പെരുമ്പിലാവ് ആനക്കല്ലിൽ താമസക്കാരനുമായ 29 വയസ്സുള്ള മുത്തുവാണ് പിടിയിലായത്. തുറക്കുളം മത്സ്യമാർക്കറ്റ് നിർമ്മാണം. കുന്നംകുളം നഗരസഭയിൽ RMP പ്രതിഷേധം. കൌൺസിൽ യോഗം പിരിച്ചുവിട്ടു. തുറക്കുളം മത്സ്യമാർക്കറ്റിന്റെ നിർമ്മാണ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ RMP കൌൺസിലർമാരുടെ കടുത്ത പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് അജണ്ടകൾ ചർച്ച ചെയ്യാനാകാതെ കൌൺസിൽ യോഗം ചെയർപേഴ്സൺ പിരിച്ചുവിട്ടു. തെരുവുനായ ശല്യം. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ BJP അംഗങ്ങൾ ഇറങ്ങിപ്പോയി. പ്രദേശത്തെ രൂക്ഷമായ തെരുവുനായ പ്രശ്നത്തിന് നഗരസഭാ ഭരണസമിതി അടിയന്തര പരിഹാരം കാണുന്നില്ലെന്നാരോപിച്ച് BJP അംഗങ്ങൾ കൌൺസിൽ യോഗം ബഹിഷ്കരിച്ചു. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ രൂക്ഷമായ തീരശോഷണം. ആശങ്കയിൽ നാട്ടുകാരും തീരത്തെ കച്ചവടക്കാരും. ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ചാവക്കാട് നഗരസഭയിലെ വനിതകൾക്കായി സംഘടിപ്പിക്കുന്ന സൗജന്യ യോഗ പരിശീലന പദ്ധതിക്ക് തുടക്കമായി. തൃശൂർ പുത്തൂരിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. കൊങ്ങംപാറ സ്വദേശി രമേശിന്റെ മകൻ ബദ്രിനാഥാണ് മരിച്ചത്. ഇന്നലെ രാത്രിയിലാണ് സംഭവം. ചാവക്കാട് തിരുവത്ര പുത്തൻകടപ്പുറം ചീനിച്ചുവട് പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ഭീമൻ തിമിംഗലത്തെ ചത്ത നിലയിൽ കണ്ടെത്തി. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ബ്രാഞ്ചിന്റെ പ്രതിമാസ യോഗം ചൂണ്ടൽ പെൻഷൻ ഓഫീസിൽ നടന്നു. ലഹരിക്കെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി ചാവക്കാട് നഗരസഭ 19ാം വാർഡ് ജനസേവന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച തൂഫാൻ കിക്ക് ആവേശകരമായി. കടവല്ലൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ജമാൽ കോട്ടോലിന്റെ നേതൃത്വത്തിലുള്ള സംഘം പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. BJP തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതിർന്ന പൌരന്മാർക്കായുള്ള സഹായ ഉപകരണ വിതരണം വെള്ളറക്കാട് നടന്നു. ദുർഗന്ധം വമിക്കുന്ന അന്തിക്കാട് കുളം ശുചീകരണത്തിനായി വറ്റിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. CPIM പന്നിത്തടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം കർഷക സംഘം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി TV സുനിൽകുമാർ നിർവഹിച്ചു. പുത്തൻകടപ്പുറം GFUP സ്കൂളിന്റെ നേതൃത്വത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനാചരണത്തിന്റെ ഭാഗമായി ബഷീർ പതിപ്പ് പ്രകാശനം ചെയ്തു. കുന്നംകുളത്ത് വിധവാ ക്ഷേമ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ 100ഓളം വനിതകൾക്ക് കുടകൾ വിതരണം ചെയ്തു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ബ്ലാങ്ങാട് രചനാ ലൈബ്രറിയിൽ മലയാളത്തിന്റെ സാഹിത്യ പ്രതിഭകളായ വൈക്കം മുഹമ്മദ് ബഷീറിനെയും OV വിജയനെയും പ്രാദേശിക സാഹിത്യകാരിയായിരുന്ന ഷൈജ മോഹനനെയും അനുസ്മരിച്ചു. അകാലത്തിൽ വിട പറഞ്ഞ ചാലിശ്ശേരി കുന്നത്തുപറമ്പ് സ്വദേശി സുഭാഷിന്റെ കുടുംബത്തിന് വർക്ക്ഷോപ്പ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപയുടെ ധനസഹായം നൽകി. ചാവക്കാട് നഗരസഭാതല +1 പ്രവേശനോത്സവം മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ചമ്മന്നൂർ നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയുടെ നേതൃത്വത്തിൽ പാരന്റിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.